കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടൽ മേഖലയിൽ വലിയ നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് മലവെള്ളപ്പാച്ചിൽ തകർത്തത്. പലർക്കും വീട് നഷ്ടമായി. അത്തരത്തിൽ വീടും സമ്പാദ്യങ്ങളുമൊക്കെ നഷ്ടമായ ഒരാളാണ് ഡാരിലിൻ്റെ വീട് പൂർണ്ണമായും നശിച്ചു. വാഹനങ്ങൾ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്താണ് ഡാരിൽ അന്ന് സംഭവിച്ചത്? അപ്പം നമ്മുടെ മുന്നിൽ കാണുന്നത് അതായത് നമ്മുടെ എല്ലാമായ വിലങ്ങാട് മഞ്ഞച്ചില്ലി എന്ന് പറയുന്നൊരു പ്രദേശമാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ്. അപ്പം ഞാൻ 12 വർഷമായിട്ട് ബാംഗ്ലൂരിലാണ്. എൻ്റെ കുടുംബ വീടാണിത്. ഇവിടെ പപ്പായും മമ്മിയാണുള്ളത്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരുന്നത്. അപ്പം എൻ്റെ മൂത്ത മോനെയും അതുപോലെ എൻ്റെ ചേട്ടൻ്റെ 2 മക്കൾ UK നിന്ന് വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ ഞായറാഴ്ച അൽഫോൻസാമയുടെ തിരുനാളുണ്ടായിരുന്നു. പള്ളിയുടെ അൽഫോൻസാമയുടെ നാമത്തിലുള്ള ദേവാലയമാണ് നമ്മുടേത്. അപ്പോൾ ഇവിടെ പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെരുന്നാൾ കൂടി ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയും പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തത്. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച മോർണിംഗിലേക്ക് പ്ലാൻ മാറ്റി. അങ്ങനെ തിങ്കളാഴ്ച രാത്രിയിൽ ഇവിടെ ഒരു ഏകദേശം 9 മണി വരെ അതിശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഒരു 1 മണിയായപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ലീവ് എടുത്തുകൊണ്ട് അർജൻറ്റായിട്ട് കുറച്ച് ജോലി സംബന്ധമായിട്ടുള്ള വർക്ക് തീർക്കേണ്ട കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടെയാണ് ഞാൻ നല്ല രീതിയിലുള്ള ചെളിയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. മഴയുടെ നല്ലൊരു ഇരപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ നല്ല ഇരപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇവിടെ റോഡിലേക്ക് വന്നു. അതുപോലെ അവിടെയുള്ള വീട്ടിലെ ചേട്ടനും ലൈറ്റ് അടിച്ച് ഇവിടേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ മുന്നിലുള്ള കടയിൽ നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചിക്കൻ സ്റ്റോളുണ്ട്. ചിക്കൻ സ്റ്റോളിലൊക്കെ വെള്ളം കയറിയിട്ട് കോഴിയൊക്കെ വെള്ളത്തിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ആളുകളെ മുഴുവൻ അറിയിച്ചു. അപ്പം നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ഉരുൾ പൊട്ടിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള ചെളിയാണ് റോഡിലൂടെ ഒലിച്ചു വന്ന് ഇതിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള വാട്സപ്പ് കൂട്ടായ്മകളിലും അതുപോലെ പോലീസിനെയും ഫയർഫോഴ്സിനെയൊക്കെ വിവരങ്ങൾ അറിയിച്ചു. ആ സമയത്ത് വാട്സപ്പ് കൂട്ടായ്മകളിൽ മെസ്സേജ് കണ്ടുവച്ചിട്ട് എല്ലാവരും നമ്മളെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പുറത്ത് ഉരുൾ പൊട്ടിയതുകൊണ്ട് ആർക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു 8ഓളം പേര് ഇവിടെ നിന്ന് എല്ലാവരെയും വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിച്ചു. അതുപോലെ വോയിസ് മെസ്സേജും ഇട്ടു. അതുപോലെ ഒരു വാഹനം അവിടെ നിന്ന് ഒലിച്ചു വരുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിച്ചു. അപ്പോഴത്തേക്ക് ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് വന്നു. ഞങ്ങളിവിടെ നോക്കി നിൽക്കുകയാണ്. ഈ സൈഡിൽ നിന്നും 4-5 മരങ്ങൾ കടപുഴക്കി. ഇതൊരു പഞ്ചായത്ത് റോഡാണ്. ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് മരങ്ങൾ കടപുഴക്കി ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഞാൻ ഓടി വീട്ടിൽ കയറി പപ്പയും മമ്മിയും അതുപോലെ 3 മക്കളുണ്ടായിരുന്നു. അവരെ വിളിച്ചിറക്കി അപ്പുറത്തെ സൈഡിലേക്ക് ഓടി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിലോട്ട് ചെളിവെള്ളം വന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാത്യുമാഷ് വേറെ 2 പേർ ഇവിടേക്ക് ഓടി. അപ്പം മാത്യുമാഷ് ആ ചെളിയിൽ സ്റ്റക്കായിപ്പോയി. കൂടെ ഉണ്ടായിരുന്ന 2 പേരെ മാഷെ രക്ഷിക്കാൻ വേണ്ടി റോപ്പുമായിട്ട് വരുന്ന വഴിക്കാണ് അടുത്ത ഉരുൾ വന്ന് മാഷ് അതിൽ പോയത്. ഞങ്ങൾ അവിടേക്ക് ഓടി രക്ഷപ്പെട്ട് അവിടെ ആ സൈഡിലെത്തി ഉടൻ തന്നെ അതിഭീമമായ രീതിയിൽ ഈ ഒരു പ്രദേശത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് ശരിക്കും ഈ ഒരു പ്രദേശം മൊത്തം വിറച്ചുകൊണ്ടാണ്. അതുപോലെ അതിഭീമമായ ഒരു സൗണ്ട് വരുന്നു. അങ്ങനെയാണ് ഉരുൾ കംപ്ലീറ്റ് ഈ ഒരു ഭാഗം മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ഏകദേശം 14ഓളം വീടുകൾ പൂർണ്ണമായിട്ട് ഒലിച്ചുപോയി. ഇതിലാണ് ഈ വീട് ഇങ്ങനെ പൂർണ്ണമായി? അതെ, ഞങ്ങൾ 3ാമത്തെ ഉരുളിലാണ് നമ്മുടെ വീട്. അതായത് ഈ വീട്ടിൽ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ കുരിശുപള്ളിയിലേക്ക് പവർ സപ്ലൈ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പവർ ബാക്കപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് 3ാമത്തെ ഉരുളിന് ശേഷം കുരിശുപള്ളിയിൽ മാതാവിൻ്റെ മുമ്പിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ നമ്മുടെ വീട്ടിലും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായി നമ്മുടെ വീട്ടിൽ എന്തായാലും കറണ്ട് നേരത്തെ പോയിരുന്നു. അപ്പോൾ പവർ ബാക്കപ്പിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ലൈറ്റ് കാണാതിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി വീട്. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വെട്ടുകല്ല്, അതായത് വെട്ടുകല്ല് മുകളിലെ പോർഷനൊക്കെ തെറിച്ച് അപ്പുറത്തെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വീണു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഞങ്ങൾ അങ്ങേ സൈഡിലേക്ക് വീണ്ടും ഓടി. അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു 50-60 മീറ്ററിൻ്റെ ഇടയിൽ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റക്കായിരുന്നു. പിന്നെ രാവിലെ നേരം വെളുക്കുമ്പോഴാണ് പുറംലോകം എന്താണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് നല്ല ഇരുട്ടാണ്. അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ ഇവിടെയുള്ളവർക്ക് അങ്ങോട്ട് വരാനോ സാധ്യമില്ല. പക്ഷേ ഈ 2 ഉരുളിൻ്റെ ഇടയിലാണ് ഏകദേശം 80ഓളം ആളുകൾ സ്റ്റക്കായിട്ടുള്ളത്. ഏകദേശം 30ഓളം കുടുംബങ്ങളുണ്ട് മുകളിൽ. അപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയും അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇവിടെ വീട് വെച്ച് വന്ന ആളുകളുണ്ട്. ഏകദേശം ഒരാഴ്ച മുന്നേ ഹൗസ് വാമിംഗ് നടത്തിയ വീടുകളുണ്ട്. അതുപോലെ ഒരു മാസം മുന്നേ അതുപോലെ വീടുകൾ അടുത്തിടയിൽ റിനോവേഷൻ നടത്തിയ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. അതുപോലെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ ഇവിടെയുള്ള ഈ അൽഫോൻസാമയുടെ തിരുനാളായതുകൊണ്ട് പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഇത്തവണ ജൂലൈ 28 എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ചയായിരുന്നു. അതുപോലെ നമുക്ക് സ്കൂളുകൾക്കൊക്കെ അവധിയായിരുന്നു, അതിശക്തമായ മഴയായതുകൊണ്ട്. അപ്പം എല്ലാവരും തന്നെ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ളൊരു ജനങ്ങളുടെ, അതുപോലെ ഇവിടെയുള്ള ക്ലബ്ബ്, അതുപോലെയുള്ള മറ്റ് സംഘടന, അവരുടെയൊക്കെ ഒരു ഇടപെടൽ കാരണമാണ് ആളുകളെ അലേർട്ടാക്കിയതും. നമുക്ക് നല്ല രീതിയിലുള്ളൊരു, അല്ലെങ്കിൽ നമുക്കറിയാം പൂർണ്ണമായിട്ട് ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഈ ഒരു 16 വീട്ടിലെ ആളുകൾ പൂർണ്ണമായിട്ടും ഇതിൽ ഒലിച്ചു പോയനെ. അതിലെ ഈ വാഹനങ്ങളും അതുപോലെ വാഹനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് 2 കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ജീപ്പ്, അതുപോലെ 3 ബൈക്കുകളുണ്ടായിരുന്നു. ജീപ്പ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അതുപോലെ കാറുകൾ രണ്ടെണ്ണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 3 ബൈക്കുകളുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു പ്രദേശമാണ് ഇപ്പം നമ്മൾ ഹിറ്റാച്ച് വെച്ച് മാന്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അവശിഷ്ടങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്കിവിടെ യാതൊരു തരത്തിലുള്ള സിസ്റ്റവും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ നാട്ടുകാർ മാത്രമാണ് ഇവിടെയുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഭക്ഷണത്തിനോ കാര്യങ്ങൾക്കോ ഇങ്ങോട്ട് ഒരു രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് വെച്ചാൽ കടകളൊക്കെ പൂർണ്ണമായും നശിച്ചു. അപ്പുറത്തുള്ള 2 കടകളിലെ സാധനങ്ങൾ തന്നെ ഉടനെ തീർന്നു പോയി. അപ്പം എല്ലാവരും ഒറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഷാഫി പറമ്പിൽ MP അതുപോലെ EK വിജയൻ MLA അവർക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് കലക്ടറും മിനിസ്റ്ററും MP ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നു പോയി. പക്ഷേ ഇപ്പോഴും നമുക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു നാട് ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പൂർണ്ണമായിട്ടുള്ളത്. നമുക്കിവിടെ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പേരുടെ വാഹനങ്ങൾ, നമുക്ക് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാനൊക്കെ എൻ്റെയൊക്കെ വണ്ടി GPS ലൊക്കേറ്റ് ചെയ്തപ്പം പുതിയൊരു വണ്ടി ഉണ്ടായിരുന്നു, ഫോക്സ്വാഗൺ ടൈഗൺ വണ്ടി. അപ്പോൾ ആ വണ്ടിയൊക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ 3 മീറ്റർ മാറിയിട്ടാണുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു എന്തെങ്കിലും അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സോ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യത്തിന് ജീവൻ രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും എനിക്കറിയാം, ഞാൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കറിയാം പപ്പയും മമ്മിയും അതുപോലെ തന്നെ എൻ്റെ നീസും ബാക്കി ഉണ്ടാവില്ലായിരിക്കാം. ഒരുപക്ഷെ അവർ നല്ല ഉറക്കത്തിലായിരിക്കാം. അപ്പം എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കും ഇപ്പം ജീവനോടെ ഇരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും ജീവൻ ബാക്കിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പം അതിലെന്തായാലും ദൈവത്തിന് നന്ദി. ഏതായാലും ഈ രീതിയിലാണ് ഡാരിലിനെ പോലെ നിരവധി പേർ ഈ മേഖലയിലുണ്ട്. വീട് നഷ്ടമായവർ, സമ്പാദ്യം നഷ്ടമായവർ, ഒരു മേഖല ഒന്നാകെ ഈ രീതിയിൽ മലവെള്ളപ്പാച്ചലിനടിയിലാകുന്ന ഒരവസ്ഥയാണ് കോഴിക്കോട് വിലങ്ങാടും കാണാനുള്ളത്. പലർക്കും ഭാഗ്യത്തിന് മാത്രമാണ് ജീവൻ നഷ്ടമായത്. കോഴിക്കോട് വിലങ്ങാട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24.